ഹാറൂൻ മൂസാ നബി അലൈഹി സ്വലാമിനെയും അള്ളാഹു പറഞ്ഞയച്ചപ്പോൾ അള്ളാഹ് പറഞ്ഞ വാക്ക് അസ്മഉ ആറാന്ന്. അവിടെ എന്താ നടക്കണമെന്ന് ഞാൻ കാണുന്നതാണ്. നീ ധൈര്യമായി പോയിക്കോ, അവിടെ എന്താ സംഭവിക്കുന്നു എന്ന് ഞാൻ കാണുന്നതാണ്. മൂസാ നബി അലൈഹി സ്വലാമിന് ഒരു ബേജാറും ഉണ്ടായില്ല. എത്ര എന്തൊക്കെ സംഭവങ്ങൾ നടന്നു, ഇപ്പോഴൊക്കെ പിടിച്ചു നിന്നു. അവസാനം നമ്മൾ കാണുന്ന അത്ഭുതകരമായ കാര്യം എന്തറിയോ? ഫിർഔനും അവിടുത്തെ മുതലാളിമാരും സമ്പന്നന്മാരും രാജാക്കന്മാരും പ്രമാണിമാരും ഒക്കെ ജീവിച്ച വീട്ടിൽ നിന്ന് ഒരു വീടും പൂട്ടിനെ ഇറങ്ങി. എല്ലാവരെയും വീട്ടിൽ നിന്ന് ഇറക്കി പടച്ചോൻ ഒരൊറ്റ രാവിൽ, അനേകം മാസം ഒറ്റ രാവ് കൊണ്ട് അവരെ വീട് പൂട്ടി ഇറക്കിച്ച്. എന്നിട്ട് അവരെ മുഴുവനും ആ വെള്ളത്തിലിറക്കി മുക്കിക്കൊന്നിട്ട് ആ വീടും പറമ്പും തോട്ടങ്ങളും നദികളും മുഴുവനും ബനൂ ഇസ്രായേലിലേക്ക് അധീനപ്പെടുത്തി കൊടുത്തു. എത്ര മനോഹരമായിട്ടാണ് ഖുർആൻ അത് പറയണ കാര്യങ്ങൾ. വഔഹൈനാ ഇലാ മൂസാ അൻ അസ്രി ബിഇബാദി ഇന്നകും മുത്തബഊൻ. മൂസാ നബിയോട് പറഞ്ഞു, പൊയ്ക്കോ, ഈ രാത്രി എല്ലാവരെയും കൂട്ടി പൊയ്ക്കോ, അവർ നിന്റെ പിന്നാലെ വരുന്നാണ്. ഫഅർസല ഫിർഔനു ഫിൽ മദാഇനി ഹാശിരീൻ. എല്ലാവരെയും വിളിച്ചു കൂട്ടി ഫിർഔൻ, മൊത്തം നാട്ടിലെ ജനങ്ങളെ, ഈ മരിക്കാനുള്ളവരൊക്കെ പാടെ ഒരുമിച്ച് കൂട്ടണ്ടേ, വെള്ളത്തിൽ മുങ്ങാനുള്ളവരെ എല്ലാവരെയും മൂപ്പര് വിളിച്ചു കൂട്ടി. എന്നിട്ടോ ഈ ബനൂ ഇസ്രായേലുകാർ വളരെ കുറച്ച് ആൾക്കാരല്ലേ, നമ്മളെല്ലാവരും പാടെ ആട്ടിയാ പോണതേ ഉള്ളൂ. നമുക്ക് ഇന്ന് എല്ലാവരും പാടെ ആട്ടി ഇറക്കാം ഈ നാട്ടിൽ നിന്നാണ് അവർ പറയണത്. എത്ര മനോഹരമാണ് ഖുർആൻ പറയണത്. അവരെ ഞാൻ അവിടെ തോട്ടങ്ങളിൽ നിന്നും അരുവികളിൽ നിന്നും പുറത്തേക്ക് ഇറക്കിയെന്നാണ്. അവരെ ഇറങ്ങണേ ഇപ്പം എന്തിനാണ്? ബനൂ ഇസ്രായേലിനെ ആട്ടി കൊല്ലാൻ വേണ്ടിയിട്ട്. പക്ഷെ അള്ളാഹ് പറയണത് എന്താണ്? അവരെ തോട്ടങ്ങളിൽ നിന്നും ഉദ്യാനങ്ങളിൽ നിന്നും അവരെന്നേക്കുമായി പുറത്തിറങ്ങി. അവിടെ നിധികളിൽ നിന്ന്, അവിടെ ഏറ്റവും മാന്യമായ താമസ സ്ഥലങ്ങളിൽ നിന്നൊക്കെ അവർ പുറത്തേക്കിറങ്ങി. അതൊക്കെ ഞാൻ ബനൂ ഇസ്രായേലിക്ക് വാങ്ങിക്കൊടുത്തു. ഈ സ്വത്തുക്കളും സമ്പത്തുക്കളും നദികളും പുഴകളുമെല്ലാം അവർക്ക് വാങ്ങിക്കൊടുത്തു എന്നാണ്. അങ്ങനെ രണ്ട് കൂട്ടരും ആ സമുദ്രത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഒന്നിച്ചു ചേർന്നു. മൂസാ നബി അലൈഹി ഇസ്ലാം പിന്നോട് അവർ പറഞ്ഞു, ഞാൻ ഇന്നാലെ മുതറക്കുൻ പിടിക്കപ്പെട്ടല്ലോ എന്നാണ്. പക്ഷെ ഒന്നും താമസമുണ്ടായില്ല. എല്ലാവരും കടലിലേക്ക് ഇറങ്ങി ഒന്നിച്ചു മുങ്ങി. മൂസാ നബി അലൈഹി ഇസ്ലാമും കൂട്ടരും അപ്പുറത്തേക്ക് കയറി. അവരുടെ മുഴുവൻ ഭവനങ്ങൾ, ഒരു നാട് മുഴുവൻ, ഏത് വംശഹത്യ ചെയ്ത് ഉന്മൂലനം ചെയ്യാൻ തീരുമാനിച്ച ആൾക്കാരെ മുഴുവനും മുക്കിക്കൊന്നിട്ട് ആ താക്കോൽ അള്ളാഹു ബനൂ ഇസ്രായേലിക്ക് വാങ്ങിക്കൊടുത്തു. അല്ല എല്ലാം കണ്ടും കേട്ടും കൂടണ്ട്. ആ പടച്ചോൻ എല്ലാറ്റിനും ഒരു പരിഹാരം കാണും എന്ന് അറിയുന്നവനാണ് അള്ളാഹു. ഇവിടെ എന്താസൂത്രണങ്ങൾ നടന്നാലും, അതെത്ര സ്വകാര്യമായ അരമനകളിൽ നടന്നാലും പടച്ചോൻ അറിയാതെ ഒരു ഗൂഢാലോചനയും ആർക്കും നടത്താൻ പറ്റൂല എന്നുള്ളത്